തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ അരളിപ്പൂ ഒഴിവാക്കി പഠന റിപ്പോർട്ട് വരുന്നതുവരെയാകും തീരുമാനം. തുളസി, പിച്ചി എന്നിവ പകരമായി ഉപയോഗിക്കും. വിജിൻ വായന്തോടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, അരളിപ്പൂ കഴിച്ച ഒരു പെൺകുട്ടി മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെയാണ്. ആലപ്പുഴയിൽ ഒരു പെൺകുട്ടി അരളിപ്പൂ കഴിച്ച് മരണമടഞ്ഞു എന്ന സംശയം വരുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ ഒരു പശുവും പശുക്കിടാവും അരളിപ്പൂ കഴിച്ച് മരിച്ചു എന്ന സംശയം വരുന്ന സാഹചര്യത്തിലുമാണ് നിലവിൽ അമ്പലങ്ങളിൽ വ്യാപകമായി അരളിപ്പൂ ഈ പൂജയ്ക്കും അതുപോലെ തന്നെ നിവേദ്യത്തിലും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ട സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു ആശങ്ക പരിഹരിക്കാൻ താൽക്കാലികമായി ഈ നിവേദ്യത്തിലും ഒപ്പം തന്നെ പ്രസാദത്തിലും അരളിപ്പൂ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. പൂജ നടത്തുന്നതിൽ അരളിപ്പൂ ഒഴിവാക്കേണ്ടതില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്തായാലും ഈ ആശങ്ക ഒഴിവാക്കുന്നതുവരെ ഈ മരണവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ അരളിപ്പൂവിന്റെ വിഷാംശം കണ്ടെത്താനുള്ള മറ്റ് റിപ്പോർട്ടുകളും ഒക്കെ ലഭിക്കുന്നതുവരെ നിലവിൽ ഈ തീരുമാനം നടപ്പിലാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ മുതൽ തീരുമാനം അമ്പലങ്ങളിൽ നടപ്പിലായി തുടങ്ങും. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് അരളിപ്പൂ പൂർണ്ണമായും ഒഴിവാക്കുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നു. എന്തായാലും നാളെ മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഈ നിവേദ്യത്തിലും ഒപ്പം തന്നെ പ്രസാദത്തിലും ഉണ്ടാകില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ PS പ്രശാന്ത് വ്യക്തമാക്കുന്നത് ഈ ഭക്തരുടെ ആരോഗ്യവും ഭക്തരുടെ ആശങ്കയും പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിട്ടുള്ളത്. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത ശേഷം ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. ശരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ അരളിപ്പൂ ഒഴിവാക്കി പഠന റിപ്പോർട്ട് വരുന്നവരെയാകും തീരുമാനം. തുളസി, പിച്ചി എന്നിവ പകരമായി ഉപയോഗിക്കും. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.